കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനൊരു പ്രത്യേക അറിയിപ്പുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ വരുന്നത്. മറ്റൊന്നുമല്ല, ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് ഗുരുവായൂർ ദേവസ്വം ധനസഹായം അനുവദിക്കാറുണ്ട്. അതിനുള്ള അപേക്ഷ നാളെ മെയ് 15 മുതൽ അപേക്ഷിക്കാം. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും 2025-26 വർഷത്തിൽ കേരളത്തിലെ ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും വേദ പാഠശാലകളുടെ പരിപാലനത്തിനും വേണ്ടി നൽകുന്ന ധനസഹായത്തിന് ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചു. ക്ഷേത്ര ധനസഹായത്തിനും വേദപാഠശാല ധനസഹായത്തിനും വെവ്വേറെ അപേക്ഷാ ഫോറങ്ങളാണ് സമർപ്പിക്കേണ്ടത്. 200 രൂപ നിരക്കിൽ GST ഉൾപ്പെടെ 15/5/2025 മുതൽ 14/6/2025 വരെ ഓൺലൈൻ ലിങ്ക് മുഖേന ഫീസ് അടവാക്കി ഫോറം പൂരിപ്പിച്ച് സമർപ്പിക്കാം. ധനസഹായം ലഭിക്കുന്നതിന് വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ട രേഖകളുടെ അസൽ പകർപ്പ് ദേവസ്വത്തിൽ 20/6/2025 വൈകിട്ട് 5 മണിക്ക് മുൻപായി സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്കായിട്ട് ഗുരുവായൂർ ദേവസ്വം .com അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം .in എന്ന വെബ്സൈറ്റിലും അല്ലെങ്കിൽ വിളിച്ചും, അതായത് 0487-255-6335 എന്നുള്ളതിലും പിന്നെ 251 എന്നുള്ളതും പിന്നെ 6335 എന്ന് തുടങ്ങുന്ന നമ്പറിലും വിജ്ഞാപനത്തിൻ്റെ വിവരങ്ങളെ പറ്റിയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ നമ്പർ B9/1971/2025 ആണ്. 5/5/25 ഗുരുവായൂർ ദേവസ്വം വിജ്ഞാപനം. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും വേദപാഠശാലകളുടെ പരിപാലനത്തിനും വേണ്ടി 2025-26 അങ്ങനെ തുടങ്ങുന്ന ആ വായിച്ച കാര്യങ്ങളെല്ലാം. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് അടവാക്കേണ്ടതും ആയതിൻ്റെ റെസിപ്റ്റ് ID ഓൺലൈൻ ഫോമിൽ നിർബന്ധമായി പൂരിപ്പിക്കേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ സ്വീകരിക്കുന്നതല്ല. ഫീസ് അടവാക്കിയതിനുള്ള രേഖയുടെ പകർപ്പ് ദേവസ്വത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. മേൽപ്രകാരം അപേക്ഷ സമർപ്പിച്ചവർ ഓൺലൈൻ അപേക്ഷയോടൊപ്പം താഴെ ആവശ്യപ്പെട്ട രേഖകൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ അസൽ പകർപ്പ് ഹാജരാക്കുന്നവരെ മാത്രമാണ് ധനസഹായം അനുവദിക്കുന്നതിന് തുടർന്നുള്ള നടപടികൾക്ക് പരിഗണിക്കുകയുള്ളൂ. ആയത് അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ 680101 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ 20/6/2025 വൈകുന്നേരം 5 മണി വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കവറിന് പുറത്ത് ക്ഷേത്ര വേദപാഠശാല ധനസഹായം 2025-26 എന്ന് എഴുതേണ്ടതാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ധനസഹായമായി അനുവദിക്കുന്ന സംഖ്യ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണത്തിന് വേദപാഠശാലയുടെ പരിപാലനത്തിനും പ്രവൃത്തിക്കും മാത്രമായി വിനിയോഗിക്കുകയുള്ളൂ എന്ന് 200 രൂപ മുദ്ര പേപ്പറിൽ അഫിഡവിറ്റ് തയ്യാറാക്കി നോട്ടറി സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ്. ധനസഹായത്തിന് അപേക്ഷിക്കുന്ന ക്ഷേത്രങ്ങൾ, ധനസഹായം വേദപാഠശാലകൾ ധനസഹായം കൈപ്പറ്റുന്നതിനു വേണ്ടി ക്ഷേത്രം ഒരു പൊതു ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്നതിന് അതാത് പ്രദേശത്തെ വില്ലേജ് ഓഫീസർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന മെമ്പറുടെ പേരുള്ള ലെറ്റർ ഹെഡിൽ നിർദ്ദിഷ്ട മാതൃകയിൽ ഹാജരാക്കിയത് മാത്രമാണ് സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അപേക്ഷ പരിഗണിക്കുന്നതല്ല. ഒരാളുടെ സാക്ഷ്യപത്രം ദേവസ്വം നിർദ്ദേശിച്ച മാതൃകയിൽ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. സാക്ഷ്യപത്രത്തിൻ്റെ മാതൃക ഗുരുവായൂർ ദേവസ്വം .com, ഗുരുവായൂർ ദേവസ്വം .in എന്ന വെബ്സൈറ്റിലും
ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് അനുവദിക്കുന്ന ധനസഹായം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെ വിശദ വിവരം ക്ഷേത്രം ലെറ്റർ ഹെഡിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ മുഖേന ഫീസ് അടവാക്കിയതിൻ്റെ പകർപ്പ്, ഓൺലൈൻ ഫോറം മുഖേന പൂരിപ്പിച്ച അപേക്ഷ, നിത്യപൂജയില്ലാത്ത ക്ഷേത്രങ്ങൾ, പൊതുപ്രവേശനം അനുവദിക്കാത്ത ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങൾ, മറ്റു ദേവസ്വം ബോർഡുകളുടെയോ മറ്റു കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കൊന്നും അർഹത ഉണ്ടായിരിക്കുന്നതല്ല, അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയുമാണ് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ധാരാളം ജീർണോദ്ധാരണ അവസ്ഥയിലുള്ള ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആ സാമ്പത്തിക സ്രോതസ്സ് എല്ലാ ക്ഷേത്രങ്ങളിലേക്കും, ഗുരുവായൂരപ്പൻ്റെ ആ പൈസ, ആ കടാക്ഷം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും എത്താൻ ഞാനും ഒരു എന്താ പറയുക ഒരു നിമിത്തമാവട്ടെ എന്ന് കരുതി എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ ആളുകൾക്കും അത് കിട്ടാവുന്ന, കാരണം ധാരാളം പൈസകൾ ഉണ്ട്, ആ ധാരാളം പൈസകൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തട്ടെ. എല്ലാ ക്ഷേത്രങ്ങളും പുനരുജ്ജീവനത്തിൻ്റെ പാതയിൽ എത്തട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എല്ലാവർക്കും പ്രസരിക്കട്ടെ എന്നുകൂടി പറയുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.